നമ്മുടെ യാത്ര അങ്ങനെ ജമ്മു താവിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജമ്മു താവിയിൽ നിന്ന് ഇനി ശ്രീനഗറിലേക്ക് പോകണം. അവിടുന്ന് ടാക്സി പിടിച്ച് വേണം ശ്രീനഗറിലേക്ക് പോകാൻ. ജമ്മു ശ്രീനഗർ ഹൈവേ ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും അതേസമയം വെല്ലുവിളി നിറഞ്ഞതുമായ മലനിര ഹൈവേകളിലൊന്നാണ്. ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ തയ്യാറായി നിൽക്കുന്ന മലകളാണ് രണ്ട് സൈഡിലും. അതുകൂടാതെ പുതിയ ഹൈവേയുടെ പണി നടക്കുകയാണ്. കുത്തബ് മിനാറിനേക്കാളും ഹൈറ്റിലുള്ള പില്ലറുകളിലാണ് പുതിയ ഹൈവേ വരുന്നത്. ജമ്മു നഗരത്തെയും ശ്രീനഗർ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് NH-44 ഭാഗമാണ്. കാശ്മീരിന്റെ താഴ്വരയിലേക്ക് റോഡ് മാർഗം പ്രവേശിക്കുന്ന പ്രധാന വഴിയാണിത്. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ധാരാളം ടണലുകളാണ്. ഏകദേശം 270 കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ ഹിമാലയൻ മലനിരകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കാണുന്നത് കത്ര വൈഷ്ണവദേവി ഹിൽസ് ആണ്. റോഡിന്റെ ഇരുവശത്തും പർവ്വതങ്ങൾ, ആഴമുള്ള താഴ്വരകൾ, നദികൾ എന്നിവ കാണാൻ കഴിയുന്നതിനാൽ യാത്ര അത്യന്തം മനോഹരമാണ്. ഈ മഴക്കാലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഭാഗമാണ്. എന്തുമാത്രം ഏരിയയാണ് ലാൻഡ് സ്ലൈഡിൽ ഇടിഞ്ഞിങ്ങി വന്നിരിക്കുന്നത് നോക്കി കണ്ടാൽ വളരെ പേടി തോന്നും. പലപ്പോഴും റോഡിൽ മണ്ണിടിഞ്ഞും മഞ്ഞ് വീണും ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് വരുന്ന സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇതുപോലെ വാഹനങ്ങൾ സൈഡിൽ പിടിച്ചിട്ട് ചെറിയ വാഹനങ്ങളെ മാത്രമാണ് കടത്തിവിടുന്നത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലാണിത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ടണലാണിത്. ഏകദേശം 9.5 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ നീളം. അതുപോലെ തന്നെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. റോഡ് ഏകദേശമൊക്കെ നല്ലതാണെങ്കിലും പല സ്ഥലങ്ങളിലും മണ്ണ് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ടണലിൻ്റെ മുൻഭാഗത്തായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടണലിൻ്റെ ഏതാണ്ട് കാൽഭാഗത്തോളം മണ്ണിടിഞ്ഞു വീണിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വലിയ വണ്ടികൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് 2 ഭൂഖണ്ഡങ്ങൾ കൂടിച്ചേർന്നുണ്ടായ കൺവേർജിങ് റീജിയനിലാണ്. അതിപ്പോഴും ടെൻഡർ പരുവത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പലവിധ പ്രകൃതിയുടെ മാറ്റങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. മണ്ണിടിച്ചിലിനും ഭൂകമ്പങ്ങൾക്കുമൊക്കെ ധാരാളം സാധ്യതയുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു പോകുന്നതും അത്യന്തം അപകടം പിടിച്ച ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. പലതരത്തിലുള്ള ടണലിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര പഴയതുപോലെയല്ല. പലപ്പോഴും പണ്ട് 9-10 മണിക്കൂർ എടുത്ത സമയത്ത് ഇപ്പം നമുക്ക് 5-6 മണിക്കൂർ കൊണ്ട് ശ്രീനഗറിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ കാണുന്നതാണ് ചെനാബ് നദി. ഈ ചെനാബ് നദി ഇവിടുന്ന് ഒഴുകി പാകിസ്ഥാനിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻകാരുടെ ഏറ്റവും വലിയ തലവേദന ഈ ചെനാബ് നദിയിൽ ഇന്ത്യ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലോട്ടുള്ള വെള്ളമൊഴുക്ക് കുറയും. അത് അവരുടെ ജനജീവിതത്തെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. എത്ര മനോഹരമായ നദിയാണെന്ന് നോക്കിയേ. എത്ര വലിയ മലകൾക്ക് ഇടയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അതിൻ്റെ സൈഡിൽ ഒരു കൃഷിയിടം തന്നെ അവരൊരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഗ്രാമങ്ങൾ കൂടുതലും നദീതടങ്ങളിലാണ്. വളരെ മനോഹരമായ അരുവികളും നദികളും ഒക്കെ വന്നു ചേരുന്നതാണ് ഈ ചെനാബ് നദി. ടണൽ തുറന്നു കഴിയുമ്പോഴുള്ള മെറ്റിൽ പൊടിയാണ് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു മലനിര മുഴുവനുണ്ട്. അതുപോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കല്ലുകൾ വീഴാറായ പരുവത്തിലാണ് മലകൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും ഇവിടെയുണ്ട്. നല്ല രസമാണ് ഇവയൊക്കെ കാണാൻ. ഉയരം കൂടുന്തോറും മഞ്ഞിൻ്റെ സാന്നിധ്യം കൂടിക്കൂടി വരികയാണ്. മലകളെല്ലാം മഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. റോഡിലെല്ലാം മഞ്ഞുണ്ട്. എങ്കിലും റോഡിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പം മഞ്ഞുള്ളത്. ഇടയ്ക്കിടയ്ക്ക് റോഡിൽ മഞ്ഞെല്ലാം മാറ്റുന്നുണ്ട്. ടണലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വേറൊരു ലോകത്ത് ചെന്ന് പെട്ട പോലെയാണ്. ഫുള്ള് മഞ്ഞ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. എന്ത് രസമാണ് ഈ റോഡൊക്കെ കാണാൻ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ശ്രീനഗർ ഏതാണ്ട് അടുക്കാറായിട്ടുണ്ട്. മഞ്ഞ് വീഴ്ച ഉള്ളത് കൊണ്ട് നല്ല ബ്ലോക്കുണ്ട്. ഒരു സൈഡ് മുഴുവൻ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ബ്ലോക്കാണ്. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ റോഡിൽ പെടും. എന്നാലും കുഴപ്പമില്ല. നമുക്ക് റോഡിൽ നിന്ന് റോഡിലെ കാഴ്ചകളൊക്കെ കാണാം. ചെനാബ് നദിയുടെ സൈഡിൽ കൂടെ ആണ് പുതിയ ഹൈവേ വരുന്നത്. അതിനുള്ള പില്ലറുകളാണ് ഈ നിൽക്കുന്നത്. ധാരാളം വലിയ കല്ലുകൾ ഉരുണ്ട് വന്ന് ഈ നദിയിൽ കിടക്കുന്നത് കാണാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടി വരും. എന്തുമാത്രം ഉയരത്തിൽ നിന്നായിരിക്കും ഇവയൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഭൂകമ്പങ്ങളും
ലാൻഡ് സ്ലൈഡുകളും മഞ്ഞുവീഴ്ചയും ഒക്കെ അതിജീവിച്ചാണ് ഇവിടുത്തെ ജനത ജീവിക്കുന്നത്. അവരുടെ മനക്കരുത്ത് ഒന്ന് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ച് അവർ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. എത്ര മനോഹരമായ സ്ഥലമാണ്. മനോഹാരിത കൂടുന്നതനുസരിച്ച് തന്നെ ഇവിടുത്തെ അപകടങ്ങളും കൂടിക്കൊണ്ടിരിക്കും. മഞ്ഞുവീഴ്ച കൂടുമ്പോൾ ജമ്മു ശ്രീനഗർ ഹൈവേ അടയ്ക്കാറുണ്ട്. ചിലപ്പോൾ ദിവസങ്ങളോളം വണ്ടികൾ ഇവിടെ ക്യൂവിൽ കിടക്കുകയും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ ഹൈവേ കൂടെ കടന്നു പോകാൻ. നേരത്തെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ നോക്കി ഇതിനനുസരിച്ച് വേണം നമ്മൾ വണ്ടിയും കൊണ്ട് വരാൻ. മഞ്ഞ് വീഴ്ചയുള്ളപ്പോൾ റോഡ് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരായിരിക്കണം വണ്ടി ഓടിക്കാൻ. ഇല്ലെങ്കിൽ വണ്ടി തെന്നിപ്പോകാനും താഴേക്ക് പതിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞാണ്. ഒരു പ്ലേ ഗ്രൗണ്ട് മുഴുവൻ മഞ്ഞാൽ മൂടിക്കിടക്കുന്നതാണ്. ചുറ്റിനും വെള്ള കളറാണ്. അതുപോലെ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ എല്ലാ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുകയാണ്. നമുക്ക് ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ അവിടെ ജീവിക്കുന്നവർക്ക് ഈ മഞ്ഞുമാറ്റിലൊക്കെ അത്ര വലിയ രസമൊന്നുമല്ല. നല്ല കട്ടിപ്പണിയാണ്. നല്ല രീതിയിൽ പണിയെടുത്താലോ ഈ മഞ്ഞൊക്കെ ഒന്ന് മാറ്റി സുഗമമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ശ്രീനഗർ അടുക്കാറാകും തോറും മഞ്ഞിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞൊക്കെ നല്ല കനത്തിലാണ്. ഇവിടെ 1 അടി 1.5 അടി കനത്തിൽ മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഇന്ന് വലിയ മഞ്ഞ് പെയ്ത്തില്ല. അതുകൊണ്ട് റോഡൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ കാശ്മീരിയാണ്. അവൻ വളരെ മിടുക്കനാണ്. അവൻ ഇവിടുത്തെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നമുക്ക് നല്ല ഫുഡും അതുപോലെ തന്നെ നല്ല കാഴ്ചകളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ യാത്ര ഇങ്ങനെ നല്ല സുഖമായിട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ചെക്ക് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് വിടുന്നത്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റാന്ന് പറയും. അതായത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വേഗം തന്നെ നമ്മളെ കടത്തി വിടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് മഞ്ഞിൽ പുതച്ച ഏരിയയാണ് ഇത്. ശ്രീനഗർ ഡിസ്ട്രിക്റ്റിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. വിൻ്റർ ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഇല കുഴിച്ച് അതിൻ്റെ സ്കെലിറ്റൺ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അതുതന്നെ കാണാൻ എന്ത് രസമാണെന്നറിയാം. വീടുകളൊക്കെ മഞ്ഞിൽ കുളിച്ച് നല്ല വെള്ള കളറിലാണ് നിൽക്കുന്നത്. ഏകദേശം രാത്രിയാകാറായി. മലയുടെ മുകളിലെല്ലാം നല്ല വെട്ടം കണ്ടിട്ട് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, അതെന്താണ് അവിടെ എല്ലാം ഭയങ്കര വെട്ടമെന്ന്. ഈ മലയുടെ മുകളിലെല്ലാം മിലിറ്ററിയുടെ ഔട്ട് പോസ്റ്റുകളുണ്ട്. അവിടേക്ക് കടന്നു പോകുന്ന റോഡിലേക്കുള്ള വെട്ടമാണ് ആ കാണുന്നതെല്ലാം. ഇവിടെ കാശ്മീരി വന്ന് താമസിക്കുമ്പം ഹോട്ടൽസ് കൂടുതലും ഇങ്ങനെ വുഡൻ പാനലിംഗ് ആയിരിക്കും. അപ്പോൾ വുഡൻ പാനലിംഗ് ആയതുകൊണ്ട് നമുക്ക് തണുപ്പ് കുറച്ച് കുറവ് കിട്ടും. എന്നാലും നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഇപ്പം -2 ആണ് ഇവിടെ. -2 -3 വരും. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും -3 പോകും. വെളുപ്പിനെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്നോഫോളും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഹോട്ടൽസും അതുപോലെ പാനലിംഗ് ഒക്കെ ഉള്ളത് ആണെങ്കിൽ കുറച്ച് നമുക്ക് തണുപ്പൊക്കെ കുറച്ച് കിട്ടും. അതുപോലെ തന്നെ ഹീറ്ററൊക്കെ ഉള്ളത് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ. ഹീറ്ററൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പം എല്ലാം നോക്കി കണ്ടും വേണം. ലോക്കൽ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല. തണുപ്പൊക്കെ നമ്മൾ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നല്ല ഹോട്ടൽ ബുക്ക് ചെയ്യണം. അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ അവർ ത്രൂവോ അല്ലെങ്കിൽ പാക്കേജ് ത്രൂവോ ബുക്ക് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് കണ്ടിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അങ്ങനെ ആണെങ്കിൽ ഓക്കെയാണ്. ഹോട്ടലിന് മുന്നിൽ നമ്മുടെ പിള്ളേർ ചെക്കന്മാർ കളിക്കുന്നതാണ് ഉണ്ടോ. ഇന്ന് ശ്രീനഗറിൽ നല്ല മഞ്ഞ് വീഴ്ചയാണ്. നോക്കിയാൽ ഇവിടെ എല്ലാം നല്ല സൂപ്പറായിട്ട് മഞ്ഞ് വീണു. വീടിൻ്റെയും വണ്ടിയുടെയൊക്കെ പുറത്ത് നല്ല ഉഗ്രനായിട്ട് മഞ്ഞ് വീണിട്ടുണ്ട്. ശ്രീനഗറിൻ്റെയും ഡാൽ തടാകത്തിൻ്റെയും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.